ഏകദേശം ഒരു കൊല്ലത്തിന് മുന്നെയാണ് ഈ കിടക്കുന്ന മുതലിനെ പോലെ ഒരു മുതലിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവസാനം ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ പജറോ ആണ്. അപ്പോൾ ഇത്തവണ ഒരു വൈറ്റ് പുലിക്കുട്ടി നമ്മളെടുത്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു വികാരം തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ വണ്ടിപ്രേമികളായ ആളുകൾക്കറിയാം. അപ്പോൾ പജറോ സ്പോർട്ട് ഒരു 4x2 ഓട്ടോമാറ്റിക്കിലുള്ള നല്ലൊരു സിംഗിൾ ഓണർഷിപ്പുള്ളൊരു വണ്ടി നമ്മളതിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താ പറയുക, ഫോർച്യൂണറും ഈ ക്രിസ്റ്റയും ചെയ്ത് മടുത്ത് ഉള്ള കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്കാണ് കിട്ടാറുള്ളത്. പക്ഷേ കിട്ടുമ്പോൾ നല്ലൊരു സാധനത്തിനെ തന്നെ നോക്കിയിട്ട് എടുത്തു തരാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ UP16 നോയിഡയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പജറോ സ്പോർട്ടാണ് ഈ വാഹനം. 2014 ഈ വാഹനം മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. 2015 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. 2015 ജനുവരി ഫെബ്രുവരി എനിക്ക് തോന്നുന്നത് ഫെബ്രുവരിയിൽ എന്താണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബോഡി ക്വാളിറ്റി, നല്ലൊരു മുതൽ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടാൻ ഞാൻ കുറേ തപ്പി നടന്നിട്ട് എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയത്. സാധാരണ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കയറ്റോ ഇറക്കമൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടാൻ കുറച്ചൊന്ന് തപ്പിയെടുത്തു. അപ്പോൾ ഏതായാലും അങ്ങനെ കിട്ടി, നിർത്തി. ഒരു എന്താണ് ഇതിന് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ല, ആ സ്ഥിതിയുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. 1,50,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. 2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനുള്ള പജറോ സ്പോർട്ടാണ്. വണ്ടി കിടക്കുന്നത് ഡൽഹിയിലാണ്. പിന്നെ ഓൾറൗണ്ട് നോക്കുന്ന സമയത്ത് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഓൾറൗണ്ട് ഫുള്ളൊന്ന് കാണിച്ചു തരാം. ബോഡിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ബോഡീൻ്റെ മുകളിൽ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റൽ പാർട്ടിൻ്റെ മുകളിലും ഒറിജിനൽ പെയിൻ്റ് ആട്ടോ. അതായത് 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബമ്പർ, വീലാർച്ച് ഇതൊക്കെ ഫൈബറാണ്. ഇതല്ലാതെ ഈ ഒരു മെറ്റൽ പാർട്സിൻ്റെ മുകളിൽ എല്ലാ ഡോറും ബോണറ്റും ഡിക്കിയും ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റാണ് ഈ വണ്ടിയുടെ മുകളിൽ കിടക്കുന്നത്. റീപെയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. UP16 പജറോ സ്പോർട്ട്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ത്രെഡ് ലൈഫ് ബാക്കിയുണ്ട്. ഏകദേശം എനിക്ക് ഒരു 90% മുകളിൽ ത്രെഡ് ലൈഫ് ബാക്കിയുള്ള യൊക്കോഹാമേൻ്റെ ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത്. നല്ല ത്രെഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏതായാലും പുറകിലെത്തി സ്ഥിതിക്ക് ഇനി ഞാൻ പുറകിൽ തന്നെ തുടങ്ങാം. ഷോക്കൊക്കെ നല്ല വർക്കിംഗ് ആണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ പഞ്ചിങ് മാർക്കും അതേപോലെ തന്നെയുണ്ട്. വേറെ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. പുറകിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ ടൂൾസ് വെക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരേ ലെവലിലാക്കി ഇടാൻ പറ്റും. കുറച്ച് സ്പേസൊക്കെ കിട്ടും. ഇപ്പോൾ പച്ചേറെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും പുറകിലുള്ള സ്ഥിതി ഇതാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാക്ക് സൈഡാണ് വാഹനത്തിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ്സാണ്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഈ 2024 മറ്റോ മാറിയിട്ടുള്ളതാണ്. CD ആണ് കിടക്കുന്നത്. 23 മാനുഫാക്ചറിന് വരുന്ന ഗ്ലാസ്സാണ്. മേ ബി 24 25 മറ്റോ മാറിയതായിരിക്കും. ഏതായാലും മിറ്റ്സുബിഷിയുടെ ഒറിജിനൽ ഗ്ലാസ്സാണ് ഇപ്പോൾ കിടക്കുന്നത്. റീപ്ലേസ്ഡ് ആണെങ്കിലും ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. വേറെ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. ഡെൻ്റ് ഒന്നുമില്ല റൂഫിൻ്റെ മുകളിലൊന്നും. ഓക്കെ, ഈ സൈഡാണെന്നുണ്ടെങ്കിലും യാതൊരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നുമില്ല. മൈനറായിട്ടുള്ള സ്ക്രാച്ചുകൾ ഈ വീലാർച്ചിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ ഡോറിൻ്റെ മുകളിലൊന്നും പറയത്തക്ക സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. എടുത്തു കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ ഇതിൻ്റെ മുകളിൽ റീപെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം നിലവിൽ ഏതായാലും ഇല്ല. ടയേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാട്ടോ. യൊക്കോഹാമേൻ്റെ ടയർ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും വണ്ടിയുടെ ഉള്ളിലേക്ക് പോയാലോ. ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റീരിയറാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 1,50,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 1,50,500 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ സ്റ്റോക്കായിട്ട് സോണിയുടെ സ്റ്റീരിയോ ആണ് സ്റ്റോക്കായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്റ്റീരിയോ ഏതായാലും കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ, ഇതിനകത്ത് വേറെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ്, ആവറേജ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, എലവേഷൻ, ബാരോമീറ്റർ, ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, സ്റ്റീരിയോ ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. പിന്നെ 4x2 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇപ്പം പജറോ സ്പോർട്ടിനകത്തൊക്കെ ഓട്ടോമാറ്റിക് മാനുവലും ഇങ്ങനെ 2 ഓപ്ഷൻ മാത്രമാണുള്ളത്. മാനുവലാവുന്ന സമയത്ത് 4x4 മാനുവൽ വരും. ഓട്ടോമാറ്റിക് ആവുന്ന സമയത്ത് 4x2 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഉള്ളതൊന്നും വലിയ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും ഒരു കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും കാലപ്പഴക്കത്തിൻ്റേതായ ആ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. കണ്ട കുറേ ചുളിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ ഡാഷ്ബോർഡിൻ്റെ മുകളിലോ ഡോർ പാഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ റൂഫിലോ ഒന്നും അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ല.
പിന്നെ അതിൻ്റെ പുറകത്തെ അടുത്ത സെക്കൻഡ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല ക്ലീനാണ്. സെക്കൻഡ് റോയ്ക്കകത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് തന്നെ ഈ ഒരു റൂഫൊക്കെ നോക്കാണ്ട് കണ്ടോ, നല്ല വൃത്തിയുള്ള റൂഫാണ്. ഈ ഒരു സീറ്റാണ്. സീറ്റ് കവർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, അത്രയും പറയുന്നുള്ളൂ. ഇത് ആ ഒരു ഒറിജിനൽ സീറ്റാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ട ചുളിവൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തേർഡ് റോയും ക്ലീനാണ്. പിന്നെ ഇതിൻ്റെ ഡോറെല്ലാം ഒറിജിനലാണ്. ഡോറൊന്നും മാറിയതായിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാ ഡോറും ഒറിജിനൽ തന്നെയാണ്. പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ സൈഡിലെ ടയറും അത്യാവശ്യം നല്ല ത്രെഡുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ്. ഒരു 90% കട്ടയുണ്ട്. ഫ്രണ്ടത്തെ ടയറും ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ഉണ്ടോ, എല്ലാ ടയറും ഈ റേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ ടയറിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മുടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കട്ടയുള്ള ടയറാണ്. ഈ സൈഡിലെ ബോഡിയും കണ്ടോ, നല്ല ക്ലീനാണ്. ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഞാൻ ബോണറ്റ് തുറന്നിട്ട് ഇതിൻ്റെ എൻജിൻ റൂം കാണിച്ചു തരാം. പണ്ടത്തെ മിറ്റ്സുബിഷിൻ്റെ കീ, ചെറിയ കീ, നല്ല രസമുള്ള കീ അല്ലേ. ഈ ബോണറ്റൊക്കെ ഒറിജിനലാണ് കേട്ടോ, ഇതൊന്നും റീപ്ലേസ്ഡ് ഒന്നുമല്ല, ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്. ആ പേസ്റ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ വേറെ ബോണറ്റ് അയച്ച പോലെയൊന്നും തോന്നുന്നില്ല. ഏതായാലും എൻജിൻ റൂമിനുള്ളൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതേപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പേസ്റ്റിങ്ങും അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ അടിയിലൊക്കെ നോക്കിയിരുന്നു, വേറെ ഓയിൽ ലീക്കേജോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് കേട്ടോ. ഞാൻ ഏതായാലും ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം നല്ല അടിപൊളി, നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് ഇതിൻ്റെ. യാതൊരു രീതിയിലുള്ള മണിയടി ശബ്ദവും കേൾക്കാനില്ല കേട്ടോ, അത്രയും സ്മൂത്ത് വർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ, കാരണം പജറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അടിഭാഗത്തൊക്കെ കൂടുതലായിട്ട് നോക്കണം. അപ്പോൾ ഞാനങ്ങനെ അടിയിലൊക്കെ നോക്കിയ സമയത്ത് വേറെ ലീക്കേജ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഓൾമോസ്റ്റ് നല്ലൊരു എൻജിൻ റൂമാണ്, ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു എൻജിൻ റൂമുമാണ്. ഫ്രണ്ടിലാണെങ്കിലും ഗ്ലാസ്, ഹെഡ് ലാമ്പൊന്നും ഫെയ്ഡായിട്ടൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ക്ലീൻ പീസ് മുതൽ തന്നെ പറയാം. 2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനുള്ള പജറോ സ്പോർട്ട് 4x2 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 1,05,000 ഓടിയിട്ടുള്ളത്. ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ മിറ്റ്സുബിഷിയുടെ ഗ്ലാസ്സാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ ബാക്കിയുള്ള ഈ ഗ്ലാസ് മാറിയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഒരു ഉൾഭാഗത്തൊക്കെ എന്തെങ്കിലും തട്ടുണ്ടാവുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്തൊന്നും വേറെ തട്ട കാര്യങ്ങളൊന്നുമില്ല. പോരാത്തതിന് പെയിൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം ഒരു യൂണിഫോം ആയിട്ട് തന്നെയാണ് പെയിൻറ്റിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും കിടക്കുന്നത്. എല്ലാം ഒരു 100 മൈക്രോൺ ടു ഒരു 140 ആ ഒരു മൈക്രോൺ, അത്രയും ആ ഒരു ലെവലിൽ തന്നെയാണ് കിടക്കുന്നത്. നോർമലി നമ്മളെ വണ്ടികൾക്ക് ഇപ്പം ടാറ്റ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 120, 125 മൈക്രോൺ വരെയൊക്കെ സ്റ്റോക്ക് പെയിൻറ്റ് തിക്നെസ് വരാറുണ്ട്. പക്ഷേ മാരുതി വണ്ടിയൊക്കെ ആവുന്ന സമയത്ത് ഒരു 100, 110 ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത്. ഇപ്പോൾ പജറൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി തിക്നെസ് കൂടിയിട്ടാണ് കാണാറുള്ളത് പൊതുവേ. അപ്പോൾ ഇതിൻ്റെ ഒരു മൈക്രോൺ ലെവൽ ഒരു 110 മുതൽ ഒരു 150ൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പെയിൻറ്റ് തിക്നെസ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി. ഇതിൻ്റെ മിറർ ഫോൾഡിങ് എല്ലാം വർക്കിംഗ് കേട്ടോ. മിററൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നത് എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പവർ വിൻഡോസ് അതും എല്ലാം വർക്കിംഗ് ആണ്. ഓടിച്ച് നോക്കുന്ന സമയത്തൊന്നും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടിട്ടില്ല. പിന്നെ ഈ ഒരു ബുഷ് കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടെന്നല്ലാതെ വേറെ സസ്പെൻഷൻ അടിയോ വേറെ സ്റ്റിയറിംഗ് സൗണ്ടോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എഞ്ചിൻ്റെ സൗണ്ട് തന്നെ വളരെ കുറവേ വരുന്നുള്ളൂ. കാരണം പജറൊക്കെ എഞ്ചിനൊക്കെ അത്രയും നാശമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്കൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ വളരെ കുറവാണ്. അത്രയും സ്മൂത്തായിട്ടുള്ള എഞ്ചിൻ വർക്കിംഗ് ആണുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ് കുറേ നീണ്ടു പോകുന്നില്ല. 2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനുള്ള പജറോ സ്പോർട്ട് സിംഗിൾ ഓണർ 1,05,000 ഓടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇതിൻ്റെ വില 7,30,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. 7,30,000 പ്രൈസ് വരുന്നത്. ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. വാഹനം കാണണം എന്നൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ തന്നെയാണ് ഡീല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വാഹനത്തെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിനകത്ത് വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.